നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിന് കീഴിലെ ആദ്യ കളി മികച്ച പ്രകടനം നടത്തിയതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ. ഇപ്പോൾ കോച്ച് സ്പോർട്സ് സ്റ്റാറിനൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏത് പൊസിഷനാണ് ഇനി ശക്തിപ്പെടുത്തണമെന്ന് താങ്കൾ കരുതുന്നത്? എന്ത് കോൺവെർസേഷൻസ് ആണ് നിങ്ങൾ മാനേജ്മെൻറ്റുമായി ട്രാൻസ്ഫർ കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ മറുപടി യെസ്, തീർച്ചയായിട്ടും ഞങ്ങൾ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പൊസിഷൻസ് ഇംപ്രൂവ് ചെയ്യേണ്ട പൊസിഷൻസ്, അടുത്ത സീസണിലേക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട പൊസിഷൻസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. റൈറ്റ് നൗ ഞാനിപ്പോൾ ട്രാൻസ്ഫർ കാര്യത്തിലല്ല, സൂപ്പർ കപ്പിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള താരങ്ങളെ വെച്ച് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എൻ്റെ ലക്ഷ്യം. ടീമിന് തീർച്ചയായിട്ടും എല്ലാ പൊസിഷനുകളിലും ഇംപ്രൂവ്മെൻ്റ് ആവശ്യമുണ്ട്. ഒന്ന് ഫ്രഷനപ്പ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സൂപ്പർ കപ്പിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. വി വിൽ സി എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അതായത് അടുത്ത സീസണിന് മുമ്പ് ടീം ഒന്ന് ശക്തിപ്പെടുത്തണം. അപ്പോൾ എല്ലാ പൊസിഷനിലേക്കും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അത് ഇപ്പോഴേ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ സൂപ്പർ കപ്പിന് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള താരങ്ങളെ വെച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ അതിലാണ് തൻ്റെ ഫോക്കസ് എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടോ? സെർട്ടൻ സെൻസ് ഓഫ് പ്രഷർ ഉണ്ടോ? ഒരുപാട് എക്സ്പെക്ടേഷൻസ് KBFC ഫാൻ ബേസിൽ നിന്ന് ഉണ്ടാകുമ്പോൾ പ്രഷർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, എല്ലായ്പ്പോഴും നമുക്ക് പ്രഷർ ഉണ്ടാകും. അത് നിങ്ങൾ ഇവിടെയാണെന്നോ മറ്റേതെങ്കിലും രാജ്യത്താണോ എന്നുള്ളതൊന്നും അല്ല. ആളുകൾക്ക് സ്വാഭാവികമായിട്ടും റിസൾട്ട് വേണം. അപ്പോൾ നമ്മൾ മത്സരങ്ങൾ വിജയിക്കുമ്പോഴാണ് ആളുകൾ ഹാപ്പി ആവുന്നത്. അതുകൊണ്ട് തന്നെ പ്രഷർ ഉണ്ടാകും. ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. എക്സ്പെക്ടേഷൻസ് വളരെ ഹൈ ആകുമ്പോൾ പ്രഷർ ഉണ്ടാകും. പക്ഷെ നമ്മളത് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തവർക്ക് ഇവിടെ കളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും എന്നുകൂടി കോച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.